ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. കൂത്തുപറമ്പ് സഖാക്കളെ സംഘടന മറന്നുവെന്ന് കണ്ണൂർ ഘടകത്തിന്റെ വിമർശനമുണ്ടായി. റവാഡ ചന്ദ്രശേഖരെ DGP ആക്കിയപ്പോൾ ഡിവൈഎഫ്ഐ മൗനം പാലിച്ചു. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയപ്പോൾ തിരുത്തൽ ശക്തിയായി മാറേണ്ട ഡിവൈഎഫ്ഐ മൗനം പാലിച്ചുവെന്നും വിമർശനം ഉയർന്നുകഴിഞ്ഞു. LDF ഭരണത്തിനെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉണ്ട്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. സാനു, വലിയ വിമർശനം ഉണ്ടാകുന്നു. ഈ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ ഡിവൈഎഫ്ഐ മറന്നു എന്ന ഒരു വിമർശനം ഒരു ഘട്ടത്തിലുണ്ടായി. മാത്രമല്ല, ഈ ഡിവൈഎഫ്ഐ എന്നൊരു സംഘടന അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടെന്ന് അതിൻ്റെ അണികൾക്ക് പോലും അറിയത്തില്ല എന്ന വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സമ്മേളനത്തിൽ സംഭവിച്ചത്? ഗൗതം, എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയാണ്. നിശീതമായിട്ടുള്ള വിമർശനമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂത്തുപറമ്പിലെ സഖാക്കളെ സംഘടന മറന്നു എന്നാണ് സമ്മേളനത്തിൽ പ്രധാനമായിട്ടും പ്രതിനിധികൾ ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉയർന്നു വരുമ്പോൾ ഈ പലപ്പോഴും ഈ കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ രക്തസാക്ഷികളെയൊക്കെ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് സംഘടന അവരെ പോലും മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു ഘട്ടത്തിൽ ഈ പ്രതിനിധികൾ ആരോപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഘടന രൂപപ്പെട്ട പഞ്ചാബിലടക്കം സംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലടക്കം സംഘടനയ്ക്ക് യാതൊരു വേരുകളുമില്ല, അടിവേരടക്കം നശിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ സംഘടന ഇപ്പോൾ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംഘടനയിൽ വിമർശനമായിട്ട് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സംഘടനയും ഈ അധികാരത്തിന്റെ മത്ത് പിടിച്ച് അതിൽ അഭിരമിച്ചു പോയി എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ പ്രതിനിധികളടക്കം കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടുള്ളതും റവാഡ ചന്ദ്രശേഖരെ DGP ആയി നിയമിക്കുന്ന സമയത്ത്, LDF സർക്കാർ നിയമിക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐ മൗനം പാലിച്ചു. മാത്രമല്ല, SFI അടക്കം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഡിവൈഎഫ്ഐ ആ വിഷയത്തിലും മൗനം പാലിക്കുന്ന നിലയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ വലിയ വിമർശനമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും കാതലായിട്ടുള്ള കാര്യങ്ങൾ, സംഘടന രൂപപ്പെട്ട നാട്ടിൽ പോലും സംഘടനയ്ക്ക് ഇപ്പോൾ വേരുകളില്ല. ഒപ്പം തന്നെ കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സഖാക്കളെ സംഘടന മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് പ്രധാനമായിട്ടും ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും പിണറായി വിജയനെ അടക്കം ഒരു വിമർശനമുണ്ട്. ഒളിയമ്പാണ് പിണറായി വിജയനെ എറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ സംഘടനയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിൽ ഇടത് സർക്കാരിന്റെ രണ്ടാമത്തെ സർക്കാർ വന്നപ്പോൾ ആ സർക്കാരിന്റെ കാലത്ത് സംഘടനയും അധികാരത്തിന്റെ മത്ത് പിടിച്ചു പോയി എന്നുള്ളതാണ് പ്രധാന വിമർശനം. ഒപ്പം തന്നെ ഈ സംഘടനയിലേക്ക് സ്ത്രീകളുടെ സാന്നിധ്യം, ഡിവൈഎഫ്ഐയില് സ്ത്രീകളുടെ സാന്നിധ്യം നന്നേ കുറഞ്ഞിരിക്കുന്നു. ആ സാന്നിധ്യം വർദ്ധിപ്പിക്കണം. റീൽസുകളിലേക്ക് സാധാരണ ഈ ഡിവൈഎഫ്ഐയും ഇടത് സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് CPM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ നവമാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള തരത്തിലേക്ക് ചർച്ച വരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ എങ്ങനെയാണ് അവർ വിമർശിച്ച്, എങ്ങനെയാണ് എതിർത്തത്, കൊയ്ത്തന്ത്രം വന്നപ്പോൾ എങ്ങനെയാണ് അവർ എതിർത്തതെന്നൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായിട്ട് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് റീൽസ് ചിത്രീകരണം കൂടുതൽ ആർജവത്തോടുകൂടി, ആവേശത്തോടുകൂടി സഖാക്കൾ ഏറ്റെടുക്കണമെന്നുള്ള തലത്തിലേക്ക് അവരുടെ ചർച്ചയൊക്കെ ഇപ്പോൾ മാറുന്നത്. ഗൗതം, ഓക്കെ. എന്തായാലും ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ സ്വന്തം പാർട്ടിക്കെതിരെയും മുൻപിരുന്ന പിണറായി സർക്കാരിനെതിരെയൊക്കെ വലിയ വിമർശനമാണ്. ഡിവൈഎഫ്ഐ എന്നൊരു സംഘടന അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടോ എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ പാറ്റകളുടെയൊക്കെ പുറകെ പോകാതെ ഡിവൈഎഫ്ഐക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇന്ത്യയിൽ കഴിയുന്നുണ്ടോ എന്നൊക്കെ പ്രതിനിധികൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും രൂക്ഷമായ വിമർശനം കണ്ണൂർ ഘടകം ഉന്നയിച്ചതാണ്. കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ വരെ ഡിവൈഎഫ്ഐ മറന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന വിമർശനമുണ്ട്. തൃശ്ശൂരിലാണ് സമ്മേളനം തുടരുന്നത്.